ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു, ബ്രോ ഈ മീം കോയിൻ ബൈ ചെയ്തും സെല് ചെയ്തിട്ടും ക്യാഷ് ഉണ്ടാക്കുന്ന കുറേയധികം ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടു, അതെങ്ങനെ ചെയ്യാന്നുള്ളത്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്ട് ഈ CX ആൻഡ് ഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ CS എക്സ്ചേഞ്ച് ബൈനാൻസും കൂക്കോയിൻ പോലത്തെ എക്സ്ചേഞ്ചുകളാണ് മെജോറിറ്റി ഓഫ് ആൾക്കാരും യൂസ് ചെയ്യുന്നത്. സോ ഡെക്സ് എക്സ്ചേഞ്ച് എങ്ങനെ യൂസ് ചെയ്യാം, നമുക്ക് അതിലെങ്ങനെ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കും സൊലാന മീം കോയിൻസ് ബൈ ആൻഡ് സെൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലിൽ ചെയ്യേണ്ടതും PC-യിൽ ചെയ്യുന്നതും ഓൾമോസ്റ്റ് സെയിം പ്രോസസ് തന്നെയാണ്. ഞാൻ രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫോണിൽ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു വാലറ്റ് ആണ്. അപ്പോൾ ഞാൻ ആ വാലറ്റിനായിട്ട് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഫാൻറ്റം വാലറ്റ് ആണ്. അപ്പോൾ ഈ ഫാൻറ്റം വാലറ്റ് ആപ്പ് സ്റ്റോർ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വാലറ്റ് ഇവിടെ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേറൊരു കാര്യം ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന് ക്രിപ്റ്റോ അക്കൗണ്ട്സ് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലൊന്നാണ് ട്രേഡിംഗ് വ്യൂ. അതേപോലെ നമ്മൾ ഡെക്സ് എക്സ്ചേഞ്ചുകളിലുള്ള കോയിൻസ് നോക്കാൻ വേണ്ടി നമുക്ക് ഒരു ആപ്പിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ഡെക്സ് സ്ക്രീനർ. അപ്പോൾ ഡെക്സ് സ്ക്രീൻ എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ലോഗോ, ഈ ഒരു ആപ്ലിക്കേഷൻ ഇതും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. ഈ രണ്ട് ആപ്ലിക്കേഷനും ബേസിക് ആയിട്ട് വേണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഏത് കോയിൻ്റെ ട്രേഡ് എടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കുറേയധികം മീം കോയിൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, മീം കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഗാംബ്ലിംഗ് എന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയധികം ക്യാഷ് പോവാനാണ് 99% ചാൻസ് ഉള്ളത്. പക്ഷെ ഫോർ ദ സേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റിയ ഓരോ കോയിന്റെ പേരുണ്ട്. ലാൻഡ് ലോഡ് റൊണാൾഡ്, ഫോമോ, പോപ്പ് ഡോഗ്, ജോക്കി, ബോക്ക്, ലൈക്ക് ഓരോ നെയിം നിങ്ങൾ കണ്ടോ, ലൈക്ക് ലാൻഡ് വോൾഫ്, ബേ സ്ട്രീറ്റ് ബെഡ്സ്, ഇതൊക്കെ ഇത് കുറേ കോയിൻസ് പല പല ഇത് ബേസ്ഡ് ആണ്. ഇപ്പൊ ഇതൊക്കെ റേഡിയത്തിൽ വരുന്നതാണ്, സൊലാന ബേസ്ഡ് കോയിൻ ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോയിൻ സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഏത് കോയിനാണ് ട്രേഡ് എടുക്കുന്നത് മുൻകൂട്ടി സെലക്ട് ചെയ്യുന്നത് ഡോങ്കി എന്ന് പറഞ്ഞൊരു കോയിനാണ്. ഈ കോയിൻ ഇറങ്ങിയത് നമ്മുടെ ജൂൺ 26-നാണ്. അപ്പൊ ഈ ഒരു കോയിനിലേക്ക് ഇത് ഞാൻ പറഞ്ഞു ഹൈ റിസ്ക്കും ഹൈ റിവാർഡും ആയിട്ടുള്ള ഒരു തരം ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഇത് ആക്ച്വലി. സോ അങ്ങനെ ആയതുകൊണ്ട് ഞാനിത് ഒരിക്കലും ഒരാൾക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതൊരിക്കലും ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇതല്ല. എങ്ങനെയാണ് ചെയ്യുക, ഇതെങ്ങനെയാണ് ആൾക്കാർ ട്രേഡ് എടുക്കുന്നത്, എങ്ങനെയാണ് പല ആൾക്കാരെ കാശ് നഷ്ടപ്പെടുത്തുന്നതും കാശ് ഉണ്ടാക്കുന്നതും കാണിച്ചു വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ഫസ്റ്റിനെ പറയാം, ഇത് ജസ്റ്റ് നിങ്ങൾ കണ്ടാൽ മാത്രമേ, നിങ്ങളോട് ആരോട് ഇത് ചെയ്യാൻ ഞാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതല്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോയിനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ കോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൽ പേര് ഡോങ്കി സോൾ എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അഡ്രസ്സ് ഉണ്ട്. ഈ അഡ്രസ്സ് നമുക്ക് ആവശ്യമാണ്. ഈ അഡ്രസ്സ് കോപ്പി ചെയ്യാം. ഈ അഡ്രസ്സ് കോപ്പി ചെയ്യണം. എന്നിട്ട് ഇതാണ് നമ്മൾ നമ്മുടെ ഫാൻറ്റം വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഫാൻറ്റം വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അധികം ചെയ്യാനൊന്നുമില്ല. ബേസിക്കലി ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാവുക. നമ്മുടെ ഇത് താഴത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ തൊട്ട് താഴെ നമ്മൾ കണക്ട് ചെയ്ത് നമ്മുടെ കുറച്ച് NFTസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് തൊട്ടിപ്പുറത്ത് നമ്മുടെ സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഈ ഡോങ്കി എന്ന് പറഞ്ഞാൽ ഡോങ്കി/സൊലാന, സൊലാനയുടെ ബേസിൽ കിടക്കുന്ന ഒരു മീം കോയിൻ ആണ് നമ്മുടെ ഡോങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോയിൻ. അപ്പോൾ അത് പർച്ചേസ് ചെയ്യേണ്ട ആദ്യം നമുക്ക് സെലക്ട് ടോക്കൺ കൊടുക്കുക. സെലക്ട് ടോക്കൺ കൊടുത്തിട്ട് ഞാൻ ഈ കോപ്പി ചെയ്ത അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ആ അഡ്രസ്സോടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തപ്പോൾ ഡോങ്കി എന്ന് കാണാൻ പറ്റും. ഡോങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇനി എത്ര, ഞാനിപ്പോൾ ബേസിക്കലി ലൈക്ക് നമുക്കൊരു 0.2 വാങ്ങി നോക്കാം. 0.2 നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളത് ബേസിക്കലി 41,000 ഡോങ്കി ഉണ്ടാവും. ഇതിന്റെ പ്രൊവൈഡർ റേഡിയം ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യണം, അപ്പോൾ ഈ റേഡിയത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ സൊലാന ഇല്ല. നമുക്ക് സൊലാന പർച്ചേസ് ചെയ്യേണ്ട മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും സെൻഡ്, റിസീവ്, സ്വാപ്പ്, ബൈ എന്ന് പറഞ്ഞിട്ട്. ഇത് റിസീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ CS എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാലറ്റിൽ നമുക്ക് സൊലാന കോയിൻ ഉണ്ട് എങ്കിൽ നമുക്ക് നേരിട്ട് നമ്മുടെ ഈ ഒരു ഫാൻറ്റം വാലറ്റിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വാലറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ബൈ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ആൾസോ ഉണ്ട്. ബൈ കൊടുക്കുക. അപ്പോൾ ഞാൻ സൊലാനയാണ് വാങ്ങുന്നത്. ശേഷം എനിക്ക് ടെതർ, USDT, USDC, ബാക്കിയുള്ള കുറേ കോയിൻസ് അവൈലബിൾ ആണ്. എനിക്ക് സൊലാനയാണ് വാങ്ങി സൊലാന ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ $100 വർത്ത് സൊലാന എനിക്ക് വേണ്ടി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആപ്പിൾ കാർഡ് പേ, ബാങ്ക് ട്രാൻസ്ഫർ ഇതൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ കോയിൻ ബേസ് നേരിട്ട് സെൻഡ് ചെയ്യുക, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ബേസിക്കലി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈനാൻസിന് ഞാൻ കുറച്ച് സൊലാന വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൊലാന ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കുറച്ച് സൊലാനയെ വാങ്ങിയുള്ളൂ, ജസ്റ്റ് ഒരു $35 സൊലാനേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ ഡെപ്പോസിറ്റ് വിഡ്രോ എന്നുണ്ട്. ഇത് വിഡ്രോയിൽ കൊടുത്ത് സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് അഡ്രസ്സിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഫാൻറ്റം വാലറ്റ് എടുത്ത് സൊലാന ക്ലിക്ക് ചെയ്തിട്ട് എനിക്കതിൽ റിസീവ് ക്ലിക്ക് ചെയ്യണം. റിസീവ് ക്ലിക്ക് ചെയ്ത് എനിക്ക് ഇവിടെ ഒരു QR കോഡും തരും, ഇവിടെ ഒരു കോഡും തരും. ഞാനിപ്പോൾ ജസ്റ്റ് ഈ QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്തു. അതിനുശേഷം നേരെ ബൈനാൻസിൽ വന്നിട്ട് ഇവിടെ എനിക്കത് സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ്വർക്ക് കാര്യങ്ങൾ ഇപ്പം ഞാൻ അയക്കുന്നത് മാക്സിമം 35, ലൈക്ക് ജസ്റ്റ് ഒരു 3,100 റുപ്പീസ് വർത്ത് ആയിട്ടുള്ള സൊലാനയാണ്. ഇത് ഞാൻ പറയാം ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇത് ലൈക്ക് ഇതെന്താ പറയുക, 90% എബോ ഇത് പോവാൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗാംബ്ലിംഗ് പോലത്തെ സംഭവം എങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഇതേപോലെ ഞാൻ എപ്പോഴും ആവശ്യത്തിലധികം വാർണിംഗ് തരുന്നതാണ്. ഐ റിപ്പീറ്റ്, നെവർ ഡു ദിസ്. ദിസ് ഇസ് നോട്ട് ഫൈനാൻഷ്യൽ അഡ്വൈസ് ഓൾസോ.
സോ ഞാൻ അവിടെ ജസ്റ്റ് വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം കൊടുക്കുക. ഇനി കുറച്ച് ID പാസ്വേഡും കാര്യങ്ങളും അടിക്കാണ്ട്. അപ്പോൾ വിഡ്രോയിൽ പ്രോസസ്സിംഗ് ആയിട്ടുണ്ട്. ഞാൻ ID പാസ്വേഡും കാര്യങ്ങളും എല്ലാം കൊടുത്തു. വ്യൂ ഹിസ്റ്ററി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആക്ച്വലി സോൾ സെൻഡ് ചെയ്യുന്നത് പ്രോസസ്സിങ്ങിലാണ്. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എൻ്റെ ഫാൻറ്റം വാലറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കോയിൻ വന്നിട്ടുണ്ടാവും. അത് വന്ന ശേഷം ഇനി ഇതെങ്ങനെ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പ്രോസസ്സിംഗ് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ഫാൻറ്റം വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫാൻറ്റം വാലറ്റ് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ $35.24 വിഡ്രോ ചെയ്ത് അതിൻ്റെ കുറച്ച് ട്രാൻസാക്ഷൻ ഫീസും മറ്റേ ഫീസും എല്ലാം പോയിട്ട് ഓൾമോസ്റ്റ് $34 അടുത്ത് എൻ്റെ വാലറ്റിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ വാലറ്റിൽ ജസ്റ്റ് ഞാനിപ്പോൾ ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പർച്ചേസ് ചെയ്യാം. ഞാനിപ്പോൾ ബൈനാൻസ് ക്ലോസ് ചെയ്തു. ഞാൻ ഡെസ്ക് സ്ക്രീനിൽ പോയി ഒന്നും കൂടി ഡെസ്ക് സ്ക്രീനിൽ പോയിട്ട് ഇതാണ് ഞാൻ എടുത്ത കോയിൻ ഡോങ്കി എന്നുള്ള നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഒരു സൊലാന ബേസ്ഡ് മീം കോയിൻ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ കൊടുക്കുക. ഇവിടെ വെബ്സൈറ്റിൽ ഇവർ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസും റോഡ് മാപ്പും ഒരു 1 by 1 ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വീണ്ടും പറയാം, ഇത് ലൈക്ക് ജസ്റ്റ് മീം കോയിൻ എങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിൽ പൂൾഡ് ഇതിൻ്റെ പേരിൻ്റെ തൊട്ട് താഴെ ഡോങ്കീൻ്റെ ഇത് കിടക്കുന്നുണ്ട്. ഞാനത് കോപ്പി ചെയ്തു. അഡ്രസ് കോപ്പി ഇട്ട് ക്ലിപ്പ് ബോർഡ് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഇവിടെ വാലറ്റിക്ക് വന്ന് ഞാനിവിടെ സ്വാപ്പ് കൊടുത്തു. ഇപ്പോൾ ഞാൻ റേഡിയം ഇതിവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ ലൈക്ക് കുറച്ച് ചെറിയൊരു എമൗണ്ട് ഓൾമോസ്റ്റ് 0.10 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ 21,000 ഡോങ്കി കോയിൻ ഉണ്ടാവും. സോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇനി ഒന്നുമില്ല, റിവ്യൂ ഓർഡർ കൊടുക്കുക, ജസ്റ്റ് സ്വാപ്പ് പ്രസ് ചെയ്യുക, സ്വാപ്പിംഗ് ടോക്കൺസ് കാണിക്കും. ഞാൻ സ്ലിപ്പേജ് അത്യാവശ്യം കൂട്ടിയിട്ടിട്ടുണ്ട്. സോ ആക്ച്വലി ഡൺ ആയിട്ടുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഞാനിവിടെ ഡോങ്കി കോയിൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ പ്രൈസ് കുറച്ച് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മീം കോയിൻ നിങ്ങൾ ഫോണിൽ പർച്ചേസ് ചെയ്യുക. ഇതെങ്ങനെ പീസിൽ പർച്ചേസ് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളിവിടെ ഡോങ്കി എന്നുള്ള കോയിനാണ് സെലക്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഡോങ്കി സെലക്ട് ചെയ്യുന്ന റീസൺ പറഞ്ഞാൽ കഴിഞ്ഞ മാസം 26-ാം തീയതി ഇറങ്ങിയിട്ടുള്ളൂ. പ്രൈസ് പോയിന്റിൽ നമ്മൾ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ, അതായത് ലാസ്റ്റ് 1 വീക്കിന് മുന്നേ പോയിട്ടുള്ള ഓൾ ടൈം ഹൈ ഓൾമോസ്റ്റ് എത്തുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 620% ആണ്. ഓൾമോസ്റ്റ് നിങ്ങളൊരു $100 ഇട്ടാൽ തന്നെ അത് എബോവ് $500-600 പോകുന്ന രീതിയിലാണ് ഇതിന് കിടക്കുന്നത്. അപ്പോൾ ഇത് അല്ലാന്നുണ്ടെങ്കിൽ നേരെ സീറോയ്ക്ക് ഉള്ള ചാൻസും അത്രയധികം ഹൈ ആണ്. അതുകൊണ്ട് പറഞ്ഞാൽ ഇതൊരിക്കലും നല്ലൊരു ഓപ്ഷൻ അല്ല. പക്ഷേ ജസ്റ്റ് നിങ്ങൾക്ക് പോയാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പല മീം കോയിൻസിലുള്ള ഏതെങ്കിലും ഒരു മീം കോയിൻ ചിലപ്പോൾ ഒറ്റയടിക്ക് അപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഇത്രയും കാലം കൊണ്ട് നിങ്ങളുണ്ടാക്കിയ എല്ലാ ലോസും ഒറ്റ ട്രേഡിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കോയിൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു കോയിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാരണം അറിയണമെങ്കിൽ നമ്മൾ ബയോയിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പാടെ കൊടുക്കുക, നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. ഇതേപോലെ ഒരു ലോഡ് കോയിൻസ് നമ്മുടെ സൊലാന മീം ചെയിൽ പെർ ഡേ വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതൊക്കെ സോൾ ബ്ലോക്ക് ചെയിനിൽ കിടക്കുന്ന ജുവാൻ, വെൻഷി, സക്സ്, ഫോമോ, ലൈക്ക് ഹൈ, അത് ഇത് നിങ്ങൾക്ക് എന്ത് പേരിട്ടിട്ട് എന്ത് കോയിൻ എടുക്കും ഇതൊക്കെ നിങ്ങൾ വായിക്കാം. മാർക്കറ്റ് ക്യാപ്പ് കിടക്കുന്നത് 1 million മാർക്കറ്റ് ക്യാപ്പ് കിടക്കുന്നുണ്ട്, 220K മാർക്കറ്റ് ക്യാപ്പ് കിടക്കുന്നുണ്ട്, പലതും കിടക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ സോൾ ബ്ലോക്ക് ചെയിനിൽ മാത്രം നടക്കുന്നതുകൊണ്ട് മാത്രം പറയുന്നത് ഇനിയുടെ സൊളാന, എതേറിയം, ആർബിട്രം, ബേസ്. ഇപ്പോൾ സൊളാന കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ മീം കോയിൻസ് ഇറങ്ങാൻ പോകുന്നത് ബേസ് ചെയിനിലാവും. ബേസ് ചെയിനിൽ ഇറങ്ങുന്ന ബ്രെറ്റ് പറഞ്ഞ കോയിനൊക്കെ ഇപ്പോൾ തന്നെ അത്യാവശ്യം വലിയ മൂവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കോയിൻ നിങ്ങളുടേതായിട്ട് ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റുന്ന ആൾസോ അത് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കുമെന്ന വകുപ്പാണ്. അപ്പോൾ ബേസിക്കലി ഇത് പറഞ്ഞ സമയത്ത് ഒരു കാര്യം ഞാൻ പറയാം. ആക്ച്വലി ക്രിപ്റ്റോ കറൻസിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ ഇപ്പോൾ മോർ ദാൻ 1 lakh ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. അത് ബിറ്റ് കോയിൻ, എതേറിയം ഉൾപ്പെടുന്ന വളരെ കുറച്ച് കോയിൻസ് മാത്രമാണ് ബേസിക്കലി ഒരു യൂട്ടിലിറ്റി ഉള്ള റിയൽ ലൈഫ് പർപ്പസ് ഉള്ള കോയിൻ ഉള്ളൂ. അങ്ങനത്തെ ഒരു തരം റിയൽ ലൈഫ് പർപ്പസ് ഇല്ലാത്ത ബേസിക്കലി ജസ്റ്റ് പമ്പ് ആൻഡ് ഡംപ് സ്കീമിൽ വരുന്ന ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് കോയിൻസ് ആക്ച്വലി മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോയാലും കുഴപ്പമില്ല, ഒരു ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുക. പക്ഷെ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തതാണ്. സോ പി സിയിൽ നമുക്ക് ചെയ്യാനായിട്ട് ഞാൻ അതിന് പറഞ്ഞ ഇവിടെ വെബ്സൈറ്റ് നോക്കിയിട്ട് ഇവിടെ തന്നെ അവിടെ അഡ്രസ്സും കിടക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ പി സിയിലാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു വാലറ്റ് വേണം. സോ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഫാൻറ്റം വാലറ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് റിസൾട്ട് വരും. നമ്മുടെ ഇങ്ങനത്തെ എക്സ്റ്റൻഷൻ ഡീറ്റെയിൽസുമായിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രസ്റ്റഡ് കമ്പാനിയൻ കാണും. അതേപോലെ തന്നെ ഡൗൺലോഡ് ഫോർ ക്രോമും ഉണ്ടാവും. ഡൗൺലോഡ് ഫോർ ക്രോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ആഡ് ടു ക്രോം എന്നുള്ള ബട്ടൺ വരും. നേരെ ആഡ് ടു ക്രോം കൊടുക്കുക, ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. വാലറ്റ് നിങ്ങളുടെ പി സിയിൽ സെറ്റായി. അപ്പോൾ വാലറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും ക്രിയേറ്റ് ന്യൂ വാലറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ എക്സിസ്റ്റിംഗ് വാലറ്റ് എന്ന് ചോദിക്കും. എൻ്റെ അടുത്ത് ഓൾറെഡി വാലറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എക്സിസ്റ്റ് ചെയ്യാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുത്താൽ മതി. ഇതെങ്ങനെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഫാൻറ്റം വാലറ്റ് പുതിയത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഗ്രാസിൻ്റെ വാലറ്റ് കണക്ട് ചെയ്യുന്ന വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. മുകളിൽ ഐ ബട്ടണിൽ ഞാൻ ആ വീഡിയോ കൊടുക്കുക, നിങ്ങളത് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫാൻറ്റം വാലറ്റ് എങ്ങനെ പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വാലറ്റ് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മൾ വാലറ്റ് എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ കാണിച്ചത് അതേ വാലറ്റ് തന്നെയാണ് ഞാൻ പി സിയിലും കണക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മൾ സോൾ വാങ്ങിയതും അതുപോലെ തന്നെ ഡോങ്കി പർച്ചേസ് ചെയ്തൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ജസ്റ്റ്
നമ്മൾ സ്വാപ്പ് ക്ലിക്ക് ചെയ്യുക. സ്വാപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സൊലാന ഉണ്ട്, നമ്മുടെ 0.133 സോളിനാണുള്ളത്. ഇവിടെ നമ്മൾ സെലക്ട് ടോക്കൺ കൊടുക്കുക. നമുക്കിവിടെ കൊടുക്കാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഡെക്ക് സ്ക്രീൻ തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു കോയിൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നേരിട്ട് നമ്മുടെ ലൈക്ക് ഡോങ്കിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം അഡ്രസ്സ് തന്നെയാണ് ഇവരുടെ വെബ്സൈറ്റിൽ കിടക്കുന്നത്. ഇതിൽ ടോക്കണോമിക്സും ബാക്കിയുള്ള ഇതിൻ്റെ പ്രൊജക്റ്റും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. സെയിം അഡ്രസ്സ് തന്നെയാണ്. ഇതോടെ ക്ലിക്ക് ചെയ്താലും കോപ്പി ആവും. കോപ്പി ആയ ശേഷം നമ്മൾ നേരെ ഇവിടെ വരിക. വന്ന ശേഷം നമുക്ക് ഇവിടെ ഡോങ്കി എന്നുള്ളത് ഉണ്ടാവും. പിന്നെ നമ്മുടെ വാലറ്റ് ഓപ്പൺ ചെയ്യുക. വാലറ്റ് എടുത്തിട്ട് ഫാൻറ്റം വാലറ്റ് ആണ് ഇപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത്. അതിനുശേഷം സ്വാപ്പ് ക്ലിക്ക് ചെയ്യുക. സ്വാപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് ടോക്കൺ, ദെൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കോയിൻ ഉണ്ടാവും. ജസ്റ്റ് ഡോങ്കി എന്നുള്ളൊരു കോയിൻ ഞാൻ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ലൈക്ക് ലിറ്ററലി കുറച്ചു മുന്നേ ഞാൻ കാണിച്ചിരുന്നില്ലേ, ലൈക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്ത രീതിയിൽ തെറികളും മറ്റതുമായിട്ടുള്ള എല്ലാ തരം മീം കോയിൻസ് ഉണ്ടാക്കും. ആർക്കും എപ്പോൾ വേണമെങ്കിലും മീം കോയിൻസ് ഉണ്ടാക്കും. ജസ്റ്റ് 2.5 സൊലാന കൊടുത്തു കഴിഞ്ഞാൽ, ജസ്റ്റ് $250 കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു 250 ഇല്ലേ, ആകെപ്പാടെ $2.5 വെറുതെ സൊലാന കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും മീം കോയിൻ ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു 10-20 മീം കോയിൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു കോയിൻ അല്ലെങ്കിൽ വേറൊരു കോയിൻ ഒരിക്കലും ഞാൻ വാങ്ങി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ഇതിലിടുന്ന ക്യാഷും മറ്റതൊക്കെ പോകാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതലുള്ളത്. ഹൈ റിസ്ക് ആണത്. അപ്പോൾ ജസ്റ്റ് ഇത് അതിന് ശേഷം നമുക്ക് എത്ര കോയിനാണ് വേണ്ടിച്ചാൽ നമ്മൾ കുറച്ച് മുന്നേ മൊബൈലിൽ ചെയ്ത പോലെ തന്നെ ഇപ്പം ഞാൻ 0.05 ആണെന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ 0.05ന് എനിക്ക് എത്ര സൊലാനോടെ കിട്ടുന്നത് കാണിക്കും. ഇവിടെ റേഡിയം ആണ് ഇത് കിടക്കുന്നത്. ജസ്റ്റ് റിവ്യൂ ഓർഡർ കൊടുക്കുക. റിവ്യൂ ഓർഡർ കൊടുത്തിട്ട് ജസ്റ്റ് സ്വാപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പീസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇത്ര സിമ്പിൾ ആയിട്ടാണ് ഗൈസ് നമ്മൾ മീം കോയിൻസ് സൊലാന ബ്ലോക്ക് ചെയിനിലുള്ളത് പി സിയിലും അതേപോലെ മൊബൈലും പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള മെയിൻ റീസൺസിൽ ഒന്ന് പറഞ്ഞ് പല ആൾക്കാരും ചോദിച്ചു, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന സാധനമാണല്ലോ സൊലാന ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ വേറെ ബ്ലോക്ക് ചെയിനിൽ മീം കോയിൻസ് പർച്ചേസ് ചെയ്യുക, അതും ഡെക്സിൽ എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഒരിക്കലും പറയില്ല ഇപ്പം ഈ ഒരു കോയിൻ ഞാൻ കാണിച്ചതിൻ്റെ പേരിന് ഡോങ്കി എന്നാണ്. ഇതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ കഴുതി ആവാതിരുന്നാൽ മതി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എനിക്കിപ്പോൾ ഒരു $30 എന്ന് പറഞ്ഞാൽ പോയാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എമൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കാണിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കും ഇത് ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ ലൈക്ക് നമുക്ക് നോക്കി നോക്കാം. ലൈക്ക് ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1200-1300 റുപ്പീസിനാണ് ഈ ഒരു ഡോങ്കി എന്ന് പറഞ്ഞ കഴുതക്കോയും വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപ വരെ ആവുന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഞാൻ പെർ ഡേ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര ഞാൻ വാങ്ങിയിട്ട് എത്ര ഞാൻ വിറ്റിട്ടുണ്ട്, ലൈക്ക് എത്ര ഇൻക്രീസ് ഉണ്ട് എത്ര ഡിക്രീസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. മേ ബി പറയാൻ പറ്റില്ല, ഇതൊരു 1000% ആയിട്ട് ഞാൻ ഒറ്റയടിക്ക് മില്യണയർ ആയാലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ട്രേഡിംഗ്.